നമുക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്ധിയിൽ നിന്ന് അങ്ങയുടെ വചനം പരിശോധിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത് അപ്ലൈ ചെയ്യുവാനും കർത്താവെ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും കർത്താവ് ഇന്നത്തെ വചന കേൾവി ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അടിയനെ സഹായിക്കണമേ ഈശ്വർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 10-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം നോക്കാം. നെഹമ്യ 10-ന്റെ ലാസ്റ്റ് വേഴ്സ്. അതിനകത്ത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, thus we will not neglect the house of our God. We will not neglect എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ നോക്കുമായിരുന്നു. അവഗണിക്കുക എന്നുള്ളത്. അവഗണിക്കുക. ഏതാ അവഗണിക്കാൻ പറ്റത്തില്ല എന്ന് കുറച്ച് ആൾക്കാർ തീരുമാനിച്ചു. അത് ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ലെന്നാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ബട്ട് ആക്ച്വലി അതിന്റെ നെഗ്ലക്ട് എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം അവഗണിക്കുക എന്നുള്ളത്. അവഗണിക്കുക, നെഗ്ലക്ട് ചെയ്യത്തില്ല. നമുക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലം നോക്കാം. നെഹമ്യാവ് 9 തൊട്ട് ലാസ്റ്റ് ചാപ്റ്റർ വരെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊന്ന് ചിന്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 9-ാം അധ്യായം. 9-ാം അധ്യായം ഒന്ന് എടുക്കാം. നെഹമ്യാവ് 9 അതിന്റെ ആദ്യത്തെ വാക്യം. എന്നാൽ ഈ മാസം 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടെടുത്തും തലയിൽ പൂഴി വാരി ഇട്ടും കൊണ്ട് കൂടി വന്നു. നമുക്കറിയാം നെഹമ്യാവ് തുടങ്ങുന്നത് നെഹമ്യാവിന്റെ എപ്പോഴും ഞാൻ ആലോചിക്കും, ഞാൻ ഫസ്റ്റ് 1, 2, 3 ചാപ്റ്റർ എപ്പോഴും നെഹമ്യാവിൽ വായിക്കുന്നത്. നെഹമ്യാവ് എങ്ങനെ പ്രാർത്ഥിച്ചു, ആ കാര്യങ്ങളൊക്കെ. എന്നാൽ ലാസ്റ്റ് 4, 5 ചാപ്റ്റേഴ്സ് ദൈവം എന്നെ വായിക്കാനായിട്ട് നടത്തിയത്. അത് വായിച്ചപ്പോൾ ഇവിടെ നമ്മുടെ സ്വഭാവത്തിന്, നമ്മളുടെ ഓരോരുത്തരുടെ സ്വഭാവത്തിന് എത്ര തുല്യമാണ് ഈ യഹൂദന്മാരുടെ സ്വഭാവം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി. എവിടെയാണ് നമ്മൾ തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്, ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയി, അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അതിൽ നിന്ന് അവരെ വിടുവിക്കാനായിട്ട് പലരെ ആക്കി വെച്ചു. ദൈവം അതിന്റെ തക്ക സമയത്ത് അവരെ തിരിച്ച് ഇസ്രായേലിലോട്ട് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ ഒക്കെ ഉള്ള ചുറ്റുപാടിലാണ് ഇവരെല്ലാവരുടെ ചേർന്ന് വളരെ വിഷമിച്ച് 9-ാമത്തെ അധ്യായം എഴുതിയിരിക്കുന്നത്. 2-ാം വാക്യം വായിക്കാം. ഞാൻ ചില ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. 2-ന്റെ പകുതി. അന്യജാതിക്കാരിൽ നിന്ന് വേർതിരിഞ്ഞു വന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. ദൈവമക്കൾക്ക് അവിടെ ഒരു ഏറ്റുപറച്ചിലുണ്ടായി, തെറ്റെന്താണെന്ന് മനസ്സിലായപ്പോൾ. അത് കഴിഞ്ഞ് അവരെന്താ ചെയ്തത്? 3-ാം വാക്യത്തിന് നടുക്ക് ഞാൻ വായിക്കുക. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. ദൈവവചന വായനയും അത് അനുസരിച്ചുള്ള ഏറ്റുപറച്ചിലും അവർക്കുണ്ടായി. 4-ാം വാക്യത്തിന്റെ അവസാനം ദൈവമായ യഹോവയോട് അവർ ഉറക്കെ നിലവിളിച്ചു. ഇങ്ങനെ വലിയൊരു ഏറ്റുപറച്ചിലിന്റെയും ദൈവത്തോടുള്ള തിരിച്ചുവരവിന്റെയും ഒരു സമയം ഇസ്രായേൽ മക്കൾക്ക് നെഹമ്യാവ് മുഖാന്തരം ദൈവം അവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് അവർ താഴോട്ട് വരുമ്പോൾ ദൈവത്തെ പറ്റി 9-ാം അധ്യായം മുഴുവൻ പഴയ നിയമത്തിന്റെയും ഒരു സംക്ഷിപ്തമാണ്, ഒരു സമ്മറിയാണ് 9-ാം അധ്യായം മുഴുവൻ കാണുന്നത്. അത് ഞാൻ മുഴുവൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ചില വാക്യങ്ങൾ മാത്രം വായിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 9-ാം വാക്യത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ആദ്യം ദൈവത്തെ പറ്റി അവർ പറയുക. ദൈവമായ യഹോവ നീ തന്നെ. അവൻ യഹോവ നീ പേര്. ഓക്കെ. 7-ാം വാക്യം. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദേ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവൻ അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. അവിടെ ദൈവം ആരാ ദൈവം? അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അബ്രഹാമിന്റെ ഹൃദയം വിശ്വസ്തമായി കണ്ടു. നമുക്കത് പിന്നെ തിരിച്ചിങ്ങോട്ട് വരാം. എന്നിട്ട് 8-ാം വാക്യത്തിന്റെ അവസാനം, നീ അവനോടൊരു നിയമം ചെയ്തു, നീ നീതിമാനായിരിക്കാൻ നിന്റെ വചനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു. ദ വാട്ട് ജസ്റ്റ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ദൈവം പിന്മാറുകയില്ല. 13-ാം വാക്യം, നീ സീനായി മലമേൽ ഇറങ്ങി ആകാശത്ത് നിന്ന് അവരോട് സംസാരിച്ചു. 15-ാം വാക്യം, അവരുടെ വിശപ്പിന് നീ അവർക്ക് ആകാശത്ത് നിന്ന് അപ്പം കൊടുത്തു. നമുക്കിത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സത്യമല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് വിശപ്പിനും ദാഹത്തിനും താമസിക്കാനും എല്ലാം ദൈവം എങ്ങനെ തന്നിരിക്കുന്നത്? അവരുടെ വിശപ്പിന് നീ അവർക്ക് ആകാശത്ത് നിന്ന് അപ്പം കൊടുത്തു. അവരുടെ ദാഹത്തിന് നീ അവർക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. നീ അവർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് അവരോട് കൽപ്പിച്ചു. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? 16-ാം വാക്യം. എങ്കിലും അവരും ഞങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ച് ദുശാഠ്യം കാണിച്ചു, നിന്റെ കൽപ്പനകളെ കേൾക്കാതിരുന്നു, അനുസരിപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു.
നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുശ്ശാഠ്യം കാണിച്ചു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വരുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെയും എൻ്റെ ജീവിതത്തിലെ തെറ്റുകളെയും കുറവുകളെയും മുഴുവൻ ഓർക്കുമായിരുന്നു. ഇത് ഈ അധ്യായമൊക്കെ വായിച്ചപ്പോൾ എത്ര പ്രാവശ്യമാണ് ഞാൻ അതേ പാപം തന്നെ പിന്നെയും 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 ചെയ്യുന്നതെന്ന്. നമുക്ക് ഓരോരുത്തർക്കേ അറിയുള്ളൂ നമ്മുടെ പാപങ്ങൾ എന്താന്നുള്ളത് ദൈവസന്നിധിയിൽ. അത് നമുക്ക് ആലോചിക്കാം നമ്മളിവിടെ ഇരിക്കുമ്പോൾ. ദുശ്ശാഠ്യമായിട്ടും അഹങ്കരിക്കുകയും ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. 21 വാക്യം, ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി, അവർക്കൊന്നും കുറവുണ്ടായില്ല. അതായത് അവര് അവർ തെറ്റിപ്പോയ സമയത്തും ദൈവം അവരെ പുലർത്തി എന്ന് നമ്മൾ വായിക്കുന്നു. 40 സംവത്സരം അവരെ തള്ളിക്കളഞ്ഞില്ല. തെറ്റിപ്പോയ സമയത്ത് 40 സംവത്സരം അവരെ പുലർത്തി, അവർക്ക് ഒന്നും കുറവുണ്ടായില്ല. അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. എങ്ങനെയാ ദൈവം അവരെ ഒരു പ്രയാസം, ഒരു അസുഖം പോലും വരാതെ ദൈവം കാത്തത്? 23 വാക്യം, അവരുടെ മക്കളെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ചു, ചെന്ന് കൈവശമാക്കുവാൻ നീ അവരുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത ദേശത്തെ അവരെത്തിച്ചു. ദൈവം അവരെ പുറപ്പെടുവിച്ചു. അവരെ തെറ്റിപ്പോയെങ്കിലും അവരെ ദൈവം നടത്തി. ഫൈനലി ദൈവം അവരോട് ചെയ്യാമെന്ന് പറഞ്ഞ് നിയമം ചെയ്തു. അത് കഴിഞ്ഞ് 26 വരുമ്പോൾ, എന്നിട്ടും അവർ അനുസരണക്കേട് കാണിച്ച് നിന്നോട് മത്സരിച്ച് നിന്റെ ന്യായപ്രമാണം തങ്ങളുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. അവരെ നിങ്കിലേക്ക് തിരിപ്പാൻ അവരോട് സാക്ഷ്യം പറഞ്ഞ പ്രവാചകന്മാരെ അവർ കൊന്നു കോപഹേതുക്കൾ ഉണ്ടാക്കി. ഇത്രയും ആയിട്ടും 27 നടുക്കില് അവർ നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ മഹാകരുണ നിമിത്തം അവർക്ക് രക്ഷകന്മാരെ കൊടുത്തു. ദൈവം നമ്മുടെ ജീവിതത്തിൽ പിന്നെയും 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 ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അതായത് ദൈവം നമ്മളെ വിടുവിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ അനുസരണക്കേടിൽ പിന്നെയും ജീവിക്കുമ്പോഴും ദൈവം നമ്മളെ നടത്തി, വിശപ്പും ദാഹവും എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നു. പിന്നെയും നമ്മുടെ അടുത്തോട്ട് ദൈവവചനം അയച്ചു നമ്മുടെ പാപങ്ങളെ ഓർപ്പിച്ചു തന്നു. പക്ഷെ പിന്നെയും നമ്മൾ ദുശ്ശാഠ്യം കാണിച്ചെന്നായിരിക്കുന്നത്. നമ്മുടെ വഴികളിൽ പോകാനായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതാ 29 അവസാനം, വിരോധമായി പാപം ചെയ്യുകയും എതിർത്ത് നിന്ന് ദുശ്ശാഠ്യം കാണിക്കുകയും ചെയ്ത അനുസരണം ഇല്ലാതിരുന്നു. അടുത്ത വാക്യം 30 വാക്യം, നീ ഏറിയ സംവത്സരം അവരോട് ക്ഷമിച്ച് നിന്റെ ആത്മാവിനാൽ നിന്റെ പ്രവാചകന്മാർ മുഖാന്തരം അവരോട് സാക്ഷീകരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ഞാൻ അത് മാത്രം ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കാം. However, thou didst bear with them for many years. ഞാൻ ഓർക്കുമായിരുന്നു, എത്ര വർഷമാ ദൈവം എന്നോട്, the God bore with me. ഞാൻ പിന്നെയും പിന്നെയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവം ഏറിയ സംവത്സരം എന്നോട് ക്ഷമിച്ചല്ലോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അത് എത്ര വായിച്ചിട്ടും എനിക്ക് അതിൻ്റെ ആ ദൈവത്തിന്റെ കരുണ എനിക്കതിന് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. 31 വാക്യം, എങ്കിലും നിന്റെ മഹാകരുണ നിമിത്തം നീ അവരെ നിർമൂലമാക്കിയില്ല, ഉപേക്ഷിച്ചു കളഞ്ഞുമില്ല. ഇതാണല്ലോ ദൈവം എന്നോട് ചെയ്തിരിക്കുന്നത്. നീ കൃപയും കരുണയും ഉള്ള ദൈവമല്ലോ. ദൈവത്തിന്റെ ഈ സ്വഭാവം. 37 വാക്യം വായിക്കുമ്പോൾ, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം നീ ഞങ്ങളുടെ മേൽ ആക്കിയിരിക്കുന്ന രാജാക്കന്മാർ അത് വളരെ അനുഭവം കൊടുക്കുന്നു. അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലിന്മേലും അധികാരം നടത്തുന്നു. ഞങ്ങൾ വലിയ കഷ്ടത്തിലുമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് അവർക്ക് മനസ്സിലായി. അതായത് അവര് സെയിം തിങ് നമ്മുടെ ജീവിതത്തിലും. അതായത് നമ്മൾ പലപ്പോഴും റിയലൈസേഷനിലോട്ട് വരണം. നമ്മളുടെ അവസ്ഥ നമ്മളുടെ തന്നെ. ദൈവം ഏറിയ സംവത്സരം നമ്മളോട് ഹി ബോർ വിത്ത് അസ്, നമ്മളെ സഹിച്ചു. പക്ഷെ നമ്മൾ പിന്നെയും പിന്നെയും ഞങ്ങൾ കഷ്ടത്തിലാകുന്നത് നമ്മളുടെ സ്വന്തം കുറ്റം കൊണ്ടാണ്. അപ്പൊ ഇവരേതായാലും ഇതാണ് എനിക്കിന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. ഇത്രയും പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണല്ലോ. എന്നാൽ എന്റെ ശ്രദ്ധയിൽ പെട്ടത് 38 വാക്യം, 9:38. ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായൊരു നിയമം ചെയ്ത് എഴുതുന്നു. ഞങ്ങൾ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്ര എഴുതുന്നു. ഒരു ഡിസിഷനും ഒരു കവനന്റും അവരോട് ഉണ്ടാക്കുക ഇസ്രായേൽ മക്കള്. നമ്മളും പലപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ദൈവസന്നിധിയിൽ പല തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനം അവരൊരു തീരുമാനം എടുത്തിട്ട് അവരതിന് മുദ്രയിടുക. ആരൊക്കെയാ മുദ്രയിട്ടവർ? 10 അധ്യായത്തിന് 1 വാക്യം, മുദ്രയിട്ടവർ ആരെല്ലാം എന്നാൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഹക്കല്യാവിന്റെ മകനായ ദേശാധിപതി നെഹമ്യാവ്. ഞാൻ ഓർക്കുക, നെഹമ്യാവ് മാറി നിന്ന് നിൽക്കുമല്ല, നിങ്ങളെല്ലാം പാപം ചെയ്യുന്നല്ല. നെഹമ്യാവ് എൽഡർ, ഏറ്റവും വലിയ ആളായ നെഹമ്യാവ് പറയുക, ഗവർണറായ നെഹമ്യാവാണ് ആദ്യം മുദ്രയിടുന്നത്. താഴോട്ട് വരുമ്പോൾ 9 വാക്യം, ഇവർ പുരോഹിതന്മാർ, പിന്നെ ലേവ്യർ, അത് കഴിഞ്ഞ് 14 ജനത്തിന്റെ തലവന്മാർ, 28 ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ദൈവാലയ ദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു വന്നവരൊക്കെയും
അപ്പം ഇത്രയും പേര് മുദ്രയിടുക. ഞാൻ പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ മൂന്ന് ഏരിയാസിലാണ് ഇവർ തെറ്റിപ്പോയത്. നമ്മുടെ ജീവിതത്തിലും അത് തന്നെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഈ ഈ കാര്യങ്ങൾ എന്തുവാ നമുക്ക് നോക്കാം. 29 വാക്യം 29 വാക്യം അതിന്റെ നടുക്ക്, ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർ അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും. അതായത് അവര് ഒരു നിയമം ചെയ്തായിരുന്നു. അപ്പൊ അവർ പുതിയ ഒരു തീരുമാനം എടുത്തു. ഒരു കാരണവശാലും ദൈവത്തിന്റെ മക്കളായിട്ട് ദൈവ വഴികളിൽ നടക്കുന്നവരുമായിട്ട് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു വിവാഹമാണ് നമ്മുടെ ഭാവി ജീവിതം മുഴുവൻ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനമായാലും നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ആലോചിക്കുകയാണെങ്കിലും നമ്മൾ എപ്പോഴും വിശ്വാസത്തിന്റെ കാര്യങ്ങളാണ്. ജോലിയുടെ കാര്യങ്ങളോ സമ്പത്തിന്റെ കാര്യമോ സൗന്ദര്യത്തിന്റെ കാര്യമോ അല്ല. ദൈവത്തെ ഉണ്മയായിട്ട് സ്നേഹിക്കുന്നവരെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ഈ ഒരു കാര്യം ദൈവനെ ഓർപ്പിക്കുമായിരുന്നു. വിവാഹത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ കൂട്ടുകെട്ടുകളിലും. ഇപ്പൊ നമ്മൾ വിവാഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചോക്കാം. ഏറ്റവും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന കൂട്ടുകെട്ടാണല്ലോ വിവാഹം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഏറ്റവും വലിയ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്നാണോ? അതോ ഏറ്റവും വലിയ കുടുംബത്തിൽ സമ്പത്ത് നോക്കിയിട്ടാണോ? അതോ അവർ ദൈവത്തെ സ്നേഹിക്കുന്നത്, മകനെയോ ഒരു മകളെയോ കർത്താവെ ഞങ്ങൾക്ക് തരണമേ എന്നാണോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ റുട്ടീൻ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ കോളേജസിൽ നമ്മുടെ നെയ്ബേഴ്സ് ആരുമായിട്ടാണ് നമുക്ക് ഏറ്റവും അടുപ്പമുള്ളത് നമുക്ക് ചിന്തിക്കാം. ആ ആൾക്കാർ നമ്മളെ ക്രിസ്തുവിൽ വളർത്തുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ക്രിസ്തീയ ജീവിതത്തിൽ പോകാൻ പറ്റുള്ളൂ. ഒരു കോൺവെർസേഷൻ, നമ്മൾ ആരെങ്കിലുമായിട്ടൊരു ഒരു സംഭാഷണം നടക്കുമ്പോൾ നമ്മൾ ചുമ്മാതെ പല കാര്യങ്ങളും പറഞ്ഞ് അവസാനം ഒരു പ്രയോജനമില്ലാതെ അത് അവസാനിക്കുവാണോ? അതോ ഏത് രീതിയിലാണ് ഈ ഒരു കോൺവെർസേഷൻ നമ്മളെയും അവരെയും ആത്മീയ വർധന വരുത്തുന്നത് എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അപ്പൊ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ അവർ നിയമം എടുത്തത്, ഇനിയും ഞങ്ങൾ ഇങ്ങനെ ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് അവർ തെറ്റിപ്പോയ കാര്യം, അതായത് അവരുടെ കൂട്ടുകെട്ടെന്ന് പറയുമ്പം ലൈഫ് ലോങ് കൂട്ടുകെട്ടായിട്ടുള്ള വിവാഹം. രണ്ടാമത് ശബത്ത് നാളിലും 31 വാക്യത്തിന് നടുക്ക്, ഞങ്ങൾ അത് ശബത്ത് നാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കയില്ല എന്നും 7-ാം ആണ്ടിനെ വിമോചന സംവത്സരമായും എല്ലാ കടവും ഇളച്ചു കൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശബദവും സത്യവും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഓർക്കുക, എനിക്ക് എപ്പോഴും ഇല്ലാത്തൊരു കാര്യമാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാന്ന് ദൈവം പ്രത്യേകമായ ഒരു നിയമമായിട്ട് കർത്താവ് 5-ാം നിയമമാണെന്ന് തോന്നുന്നു 10 കൽപ്പനകളിൽ പറഞ്ഞെങ്കിൽ ഞാൻ ശബത്ത് എന്നുള്ളതിന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു ആ വേർഡിന്റെ അർത്ഥം. അപ്പൊ AI എഴുതിയിരിക്കുന്നത് ടൈം ഫോർ റിപ്പൻറ്റൻസ് ആൻഡ് വേർഷിപ്പ്. ഞാൻ ഓർക്കുമായിരുന്നു AIക്ക് അത് മനസ്സിലായി, പക്ഷെ എനിക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന്. അതായത് ദൈവസന്നിധിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് സ്വന്തമായിട്ട് ദൈവസന്നിധിയിൽ വരുന്ന ഒരു സമയം. അതോ നമ്മൾ വീക്ക് ഫുള്ളി 1-ാമത്തെ ദിവസം തൊട്ട് 7-ാമത്തെ ദിവസം വരെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആണോ? ചിലപ്പോൾ നമ്മൾ ആരാധന സൺഡേ നടത്താനായിരിക്കാം, വർഷിപ്പ് ലീഡ് ചെയ്യാനായിരിക്കാം. അതല്ല ഉദ്ദേശിക്കുന്നത്. മാറിയിരുന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്, സ്വന്തമായിട്ട് വേറെ ഒരു വേലയും ഒരു കാര്യവും ചെയ്യാതെ. ഞാൻ ഓർക്കുമായിരുന്നു എങ്ങനെയാ അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവ് പിന്നെയും പിന്നെയും ഈ ശബത്തിനെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, 6 വർഷം നിലം ഉഴുതിട്ട് 1 വർഷം വെറുതെ വിടണമെന്നാ. പക്ഷെ അവരെന്ത് ചെയ്തു? ആ 7-ാമത്തെ വർഷം കൂടെ അവർ ചെയ്തു. അത്രയും കൂടെ പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. നമ്മളും പലപ്പോഴും ജോലി ചെയ്യുന്നത് അത്രയും കൂടെ പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ച് 7-ാം ദിവസം അല്ലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുക. പക്ഷെ കർത്താവ് ആഗ്രഹിക്കും, ദൈവം 7-ാമത്തെ ദിവസം തന്റെ വേലയിൽ നിന്ന് റെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഓർക്കുമായിരുന്നു എനിക്കത് എത്ര ആവശ്യമാണ്. അപ്പോൾ കുറച്ച് സമയം ഞാൻ ആക്ച്വലി ഇന്ന് ഓഫ് ഡ്യൂട്ടിയാ. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ ഇന്ന ജോലി ചെയ്യണം, തീർക്കണം, വീട്ടിലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അപ്പൊ ദൈവം എന്നെ ഓർപ്പിക്കുമായിരുന്നു, നിനക്ക് കുറച്ച് സമയം മാറിയിരുന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആവശ്യമാണ്. ഞാൻ എപ്പോഴും ഓർക്ക് ശനിയാഴ്ച ദിവസങ്ങള്, എസ്പെഷ്യലി ശനിയാഴ്ച വൈകുന്നേരം വേറെ ഒരു കാര്യത്തിലും ഏർപ്പെടരുത്. ദൈവസന്നിധിയിൽ മാറിയിരുന്ന് കഴിഞ്ഞ പോയ ആഴ്ചയെപ്പറ്റി ചിന്തിക്കുവാനും ദൈവസന്നിധിയിൽ പ്രിപ്പയർ ചെയ്യുവാനും ആരാധനയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഞായറാഴ്ച അടുത്ത ഒരു ഫുൾ വീക്കിലേക്കുള്ള ദൈവത്തിൽ നിന്നുള്ള സ്ട്രെങ്ത് പ്രാപിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുക. കാരണം കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് അവരെ ആക്ച്വലി പ്രവാസത്തിലേക്ക് നടത്താനായിട്ടുള്ള വേറൊരു കാരണം. ദൈവം അവരെ പണിഷ് ചെയ്തേ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം ദൈവത്തിന് കൊടുക്കുന്ന കാര്യമാണ്. 33-ാം വാക്യം,
എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ശേക്കലിൽ 1/3 കൊടുക്കാമെന്നും ഞങ്ങൾ ഒരു ചട്ടം നിയമിച്ചു. 1/3. നമ്മൾ ആദ്യമൊക്കെ ചിന്തിച്ച് 10% ഇവിടെ പറയുന്നത് 1/3. അപ്പൊ ഈ 1/3 പറയുമ്പോൾ പൈസയുടെ നമ്മുടെ സമ്പത്തിന്റെ മാത്രമല്ല, നമ്മുടെ സമയം, നമ്മുടെ എല്ലാ കാര്യങ്ങളും. ആക്ച്വലി അത് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ 1/3 പോലും ഇല്ല. നമ്മുടെ എല്ലാം കർത്താവിന്. ആ രീതിയിൽ നമ്മൾ എങ്ങനെയാകും? അപ്പം അത് കഴിഞ്ഞിട്ട് ഈ 37-ാം വാക്യത്തില് നടുക്കത്തെ ഭാഗം, എണ്ണയുടെയും ആദ്യഫലം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെ അടുക്കലും ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലേവന്റെ അടുക്കലും കൊണ്ടു ചെല്ലേണ്ട. അപ്പൊ ഇങ്ങനെയല്ലേ ഇവര് തീരുമാനം എടുത്തിട്ട് അവർ മുദ്രയിടുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് ഏരിയാസിൽ ഇങ്ങനെ തീരുമാനം ആവശ്യമുണ്ട്. കർത്താവ് നോക്കുന്ന കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ വിവാഹ ബന്ധം. 2, ശബത്ത് നാളിന് ദൈവത്തിന് വേണ്ടി നമ്മുടെ ഓരോരോ ദിവസത്തിലും ഒരു ശബത്ത് ആവശ്യമാണ്, ഒരു സമയം ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് വേർഷിപ്പ്. 3-ാമത്തെ കാര്യം, ദൈവത്തിന് കൊടുക്കുക, നമ്മുടെ എല്ലാം കൊടുക്കുക, നമ്മുടെ സമ്പത്ത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇങ്ങനെ ഇവര് ശപഥം ചെയ്തു. അതിന്റെ അവസാനമാണ് 10-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യം, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം അവഗണിക്കുകയില്ല, നെഗ്ലക്ട് ചെയ്യുകയില്ല, കൈവിടുകയില്ല എന്നൊരു തീരുമാനിച്ചു. സോ അത് കഴിഞ്ഞ് 11-ാം അധ്യായം കഴിഞ്ഞു, 12-ാം അധ്യായം കഴിഞ്ഞ് 13-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇത്രയെല്ലാം അവർ തീരുമാനിച്ചെങ്കിലും പിന്നെയും അവർ തിരിഞ്ഞുപോയി. നെഹമ്യാവ് അവിടെ ഇല്ലായിരുന്നു. നെഹമ്യാവ് തിരിച്ച് തന്റെ സ്ഥലത്തോട്ട് പോയിട്ട് തിരിച്ച് നെഹമ്യാവ് വന്നു. 13-ന്റെ 6 വായിക്കാം. ഈ കാലത്തൊക്കെയും ഞാൻ യെരൂശലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബേൽ രാജാവ് അർത്ഥഷ്ടാവിന്റെ 32-ാം ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരൂശലേമിലേക്ക് വന്നാറേ കണ്ട കാര്യം എന്തോന്നറിയാമോ? എല്യാഷീബ് തോബിയാവിന് ദൈവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഉണ്ടാക്കി കൊടുത്തതിനാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയെല്ലാം നിയമം ചെയ്ത ആൾക്കാര് പിന്നെയും എന്തുവാ ചെയ്തത്? ദൈവത്തിന്റെ പ്രാകാരങ്ങളില് ശത്രുവിന്റെ, സാത്താന്റെ കാര്യങ്ങൾക്ക് അവര് അറയുണ്ടാക്കി കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഞാൻ ഇത് മനസ്സിലാക്കിയത്, നമ്മൾ എത്ര മാത്രം എല്ലാ ദിവസവും, നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം എടുത്തെന്നല്ല, ഡെയിലി നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. നെഹമ്യാവ് വന്ന് എന്താ ചെയ്ത്? നെഹമ്യാവ് അയ്യോ ഇനി എന്താ ചെയ്യുന്നത്, അയ്യോ എങ്ങനെ ചെയ്യുന്നൊന്നുമല്ല. നെഹമ്യാവ് റാഡിക്കലായിട്ടൊരു ആക്ഷനാണ് എടുത്തത്. 8-ാം വാക്യം, അത് എനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിന്റെ വീട്ടു സാമാനം ഒക്കെയും അറയിൽ നിന്ന് പുറത്തെറിഞ്ഞു കളഞ്ഞു. പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് അവർ അറകളെ ശുദ്ധീകരിച്ചു. ദേവാലയത്തിലെ ഉപകരണങ്ങളും ഭോജനയാഗവും കുന്തിരുക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി. അപ്പം 2 കാര്യങ്ങളാ. ഒന്ന്, നമുക്ക് റെഗുലറായിട്ട് ഡെയിലി നമുക്ക് ദൈവസന്നിധിയിലും ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടെന്ന് കണ്ട് തീരുമാനിക്കേണ്ട ആവശ്യമുണ്ട്, തിരുത്തേണ്ട ആവശ്യമുണ്ട്. 2-ാമത്, ഏതെങ്കിലും കാര്യം ദൈവത്തിൻ്റെതല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് പുറത്ത് എറിഞ്ഞു കളയുക വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ശുദ്ധീകരണം ആവശ്യമാണ്. അതാണ് നെഹമ്യാവ് അവിടെ ചെയ്തത്. നെഹമ്യാവ് ഒന്നും മടിച്ചില്ല, നെഹമ്യാവ് അത് ചെയ്തു. അപ്പം വളരെ നമ്മുടെ മേളിലുള്ള ദൈവിക അതോറിറ്റി, അതായത് നമ്മുടെ മേളിൽ കർത്താവ് ചില ആൾക്കാർ നെഹമ്യാവിനെ അയച്ച പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അവർ ദൈവവചനം നമ്മളോട് സംസാരിക്കുകയും അവർക്ക് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെട്ട് നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുകയും വേണമെന്ന് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് 11-ാം വാക്യം, താന്താന്റെ നിലത്തിലേക്ക് പോയി കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ് പ്രമാണികളെ ശാസിച്ചു. ദേവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്താ എന്ന് ചോദിച്ചു. അവരോട് പിന്നെയും ചോദിച്ചു, നിങ്ങൾ എന്താ ദേവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞത്? ഈ ചോദ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോടും അതുപോലെ നമ്മുടെ എൽഡേഴ്സ് നമ്മളോടും ചോദിക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് അവരെ കൂട്ടി വരുത്തി അവരുടെ സ്ഥാനത്ത് നിർത്തി. പിന്നെ 12-ാം വാക്യം, പിന്നെ എല്ലാ യൂദന്മാരും ധാന്യം, വീഞ്ഞ് എന്നിവയുടെ ദശാംശം ഭണ്ഡാരങ്ങളിലേക്ക് കൊണ്ടുവന്നു. ആ ഒരു ശുദ്ധീകരണം അവിടെ നിന്നു. അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. 15-ാം വാക്യം, ആ കാലത്ത് യഹൂദന്മാരിൽ ചിലർ ശബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബത്തിൽ വീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായവ ചുമടെല്ലാം യെരൂശലേമിലേക്ക് ചുമന്നുകൊണ്ട് വരുന്നതും കണ്ടു. അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. സോര്യരും അവിടെ പാർത്ത മത്സ്യവും പലചരക്കും കൊണ്ടുവന്നു ശബത്തിൽ യഹൂദന്മാർക്കും യെരൂശലേമിൽ വിറ്റുപോന്നു. അതുകൊണ്ട് ഞാൻ യഹൂദ ശ്രേഷ്ഠന്മാരെ ശാസിച്ചു, നിങ്ങൾ ശബത്ത് നാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നത് എന്ത്? ദൈവസന്നിധിയിൽ ചെലവഴിക്കാൻ തരുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സമയം വേറെ എന്തെങ്കിലും കൊണ്ട് നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൽഡേഴ്സിന് നമ്മളെ ശാസിക്കാനായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കട്ടെ. നമ്മൾ എൽഡേഴ്സ് ആയിട്ടുള്ളവര് നമ്മുടെ കീഴിലാക്കി വെച്ചിരിക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് കണ്ട് അവരെ ശാസിക്കേണ്ട ആവശ്യമുണ്ട്.
ഞാൻ മനസ്സിലാക്കുമായിരുന്നു. ശബത്ത് നാള്, ഒരു ശബത്ത് സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. പിന്നെയും അവരങ്ങനെ ചെയ്തു നമ്മൾ കാണുന്നു. 21 വായിക്കാം. ആകയാൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ മതിലിനരികെ രാപാർക്കുന്ന എന്ത്? നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും. അങ്ങനെ വളരെ ശാസനയോടെയാണ് നെഹമ്യാവ് ഇടപെടുന്നത്. 23 വാക്യം. ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമ്മോന്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല. അവരെ ഞാൻ ശപിച്ച് അവരിൽ ചിലരെ അടിച്ച് അവരുടെ തലമുടി പറിച്ചു. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത്, അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കുകയും അരുത് എന്ന് ആജ്ഞാപിച്ചു. അവരെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, ഇസ്രായേൽ രാജാവായ ശലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ? അവനെ പോലെ രാജാവ് അനേകം ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കി. എങ്കിലും അവനെയും അന്യജാതിക്കാരത്തികളായ ഭാര്യമാർ വശീകരിച്ച് പാപം ചെയ്യിച്ചുവല്ലോ. വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം നെഹമ്യാവ് തിരിച്ചു വന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കാണുക. ദേവാലയത്തിൽ തോബിയാവിന് ഒരു അറ ഉണ്ടാക്കി കൊടുത്തു. ശബത്ത് നാൾ അവർ മറന്നു കളഞ്ഞു. പുത്രന്മാരെയും പുത്രിമാരെയും മറ്റുള്ളവർക്ക് ദൈവത്തെ അറിയാത്തവരുടെ കൂടെ കൂട്ടുകെട്ടുണ്ടാക്കി അവരുടെ കൂടെ ഒരുമിച്ചാക്കി. അത് കഴിഞ്ഞിട്ട് ആ ഭാര്യമാരെന്ത് ചെയ്തു? പാപം ചെയ്യാൻ വശീകരിച്ചു അവരെ. അങ്ങനെ അടുത്ത 27, നിങ്ങൾ അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിക്കുന്നതിനാൽ നമ്മുടെ ദൈവത്തോട് ദ്രോഹിക്കേണ്ടതിന് ഈ വലിയ ദോഷമൊക്കെയും ചെയ്യുവാൻ തക്കണം ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാക്യങ്ങളെല്ലാം അത് തന്നെയാണ്. എനിക്ക് ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, നമ്മൾ ആദ്യം വായിച്ചൊരു വാക്യം, 9-ന്റെ 8. അബ്രഹാമിനെ പറ്റി പറയുന്നതാ. അബ്രഹാം, നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. ഞാൻ എന്നോട് തന്നെ പറയുമായിരുന്നു, കർത്താവേ, ഈ പല കാര്യങ്ങളിലും ഞാൻ തെറ്റിപ്പോയി. എൻ്റെ കൂട്ടുകെട്ട്, എൻ്റെ ശബത്ത് നാള്, എൻ്റെ ദൈവത്തിന് കൊടുക്കേണ്ടിയ 1/3 അല്ലെങ്കിൽ എൻ്റെ എല്ലാം, ഇതിനകത്തൊക്കെ ഞാൻ തെറ്റിപ്പോയി. ദൈവം എന്നോട്, ദൈവം എൻ്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കാണാൻ, അബ്രഹാമിന്റെ ഹൃദയം വിശ്വസ്തമായി കാണാൻ കർത്താവ് ഇടയാക്കണേ എന്ന് ഞാൻ വായിക്കുമായിരുന്നു. സോ ദാറ്റ് നമ്മൾ ആദ്യം വായിച്ച വാക്യം 10-39 സോ ദാറ്റ് വി ഷുഡ് നോട്ട് നെഗ്ലക്ട് ദ ഹൗസ് ഓഫ് അവർ ഗോഡ്. ദൈവത്തിന്റെ ആലയത്തെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ, അവഗണിക്കാൻ പാടില്ല. അതും ദൈവം അടുത്ത കാര്യം പിന്നെയും നമ്മൾ ഈ ജഡത്തിൽ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മുടെ മേലെ ആക്കി വെച്ചിരിക്കുന്ന എൽഡേഴ്സിനെ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് സ്റ്റേൺ ആക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ അനുവദിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പഠിച്ചത്. ദൈവം ഈ കേട്ടത് എല്ലാവർക്കും പ്രയോജനമാക്കി തീർക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ശ്രദ്ധിച്ചു ഞങ്ങൾ കേട്ടത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് രൂപാന്തരത്തിനും കർത്താവെ അനേകർക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുക്കുന്ന സ്റ്റെപ്സ് കണ്ടിട്ട് ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ചെത്തി വെടിപ്പാക്കാനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത് കണ്ടിട്ട് കർത്താവെ അനേകർക്ക് അത് പ്രയോജനവും കർത്താവാക്കി തീർക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഉദാഹരണങ്ങളാക്കി മാറ്റി തീർക്കണമേ കർത്താവെ. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ എത്ര മാറിപ്പോയി, എല്ലാ ദിവസവും എത്ര മാറിപ്പോകുന്നു എന്ന് ആലോചിച്ച് ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ കർത്താവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന എൽഡർഷിപ്പിനെ കർത്താവ് ഞങ്ങൾ അനുവദിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന ഈ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യും, അത് വൃഥാവായി അങ്ങയുടെ സന്നിധിയിൽ എത്തുകയില്ല എന്ന് അടിയൻ വിശ്വസിക്കുന്നു. അടിയന്റെ ജീവിതത്തിൽ ആദ്യം അത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.